വന്നേണ്ടി കാടു ചുറ്റി വേടു ചുറ്റി കാളിയമ്മൻ കാവു ചുറ്റി വന്നേണ്ടി നാം വന്നേണ്ടി എങ്കടി നീ പോകേലേ കണ്ണി ആട്ടക്കാരി കൊണ്ടുപോലെ പതുങ്ക ഉക്കാരടി അടിയാട്ടി ഞാൻ சொல்லும் കഥ കേളടി അഞ്ചു പേരും കുന്തി ദേവിയുമാ ഹസ്തിനപുരേ വാണിടുമ്പോൾ നീചബുദ്ധിയാം ദുര്യോധനൻ അവരെ കൊല്ലുവാൻ നിശ്ചയിച്ചു. എങ്ക കുലവീരൻ ഭാരതമലയൻ ഒടിവിദ്യകളറിയും പെരിയ മന്ത്രവാദി വിളിച്ചു വരുത്തി മലയനെ മന്നവൻ നിഴൽകുത്തി കൊല്ലുവാൻ ആജ്ഞ നൽകി. മന്ത്രവാദക്കളമൊരുങ്ങി മലയന്റെ മന്ത്രശക്തിയാൽ കളത്തിലതാ 5 നിഴലുകൾ തെളിയുന്നതാ. ആറാമതായി ഭക്തവത്സലനാം ശ്രീകൃഷ്ണനും കുലദൈവങ്ങളെ പ്രാർത്ഥിച്ചു മലയൻ അടവുന്നു മാറ്റി മന്ത്രം ജപിച്ചു. കളത്തിലതാ വീണ്ടും തെളിയുന്നു പാണ്ഡവരഞ്ചും നിഴലുകളായി. സ്വയം മറന്നുപോയി മലയൻ മന്ത്രവേഷത്താൽ ശരമെടുത്ത് നിഴൽകുത്തി കൊന്നയ്യോ പാണ്ഡവരെ. കഥ തീരും മുൻപേ കരയാതെടി കണ്ണേ ഇനി சொல்லும் കഥ കൂടി കേളുങ്കടി. മടങ്ങിയ കാന്തനെ കണ്ട് കലങ്ങിയ കണ്ണത് കണ്ട് മലയെത്തി ചോദിച്ചു എന്നയ്യ ഉനക്കെന്നാ ചെയ്യാൻ. കരഞ്ഞു പറഞ്ഞു മലയൻ ഭാവി ഞാൻ കുന്തി പുത്രരെ നിഴൽ കുത്തിയെന്ന്. രണ്ടടി ഞെട്ടിച്ചാടിത്തിരിഞ്ഞവൾ കണ്ണുകൾ അഗ്നിനാളങ്ങളായി ആകയേറ്റപ്പോൾ കടന്നു പിടിച്ചവൾ ഓമനപുത്രനാ മണികണ്ഠനെ വലങ്കാൽ ചവിട്ടി പിടിച്ചു ഇടങ്കാൽ നെടുകെ വലിച്ചു കീറി ഓവിഷ്ടയായവൾ അലറി. നീചനാ മലയാ അറിയണം നീയും പുത്രശോകം. രക്താഭിഷിക്തയായി ഓടിയെത്തിയവൾ കുന്തിദേവി തൻ സന്നിധിയിൽ. പഞ്ചപാണ്ഡവർ മരിച്ചു കിടക്കുന്നയ്യോ ദീനമായി കേഴുന്നു കുന്തിയും. പെട്ടെന്നതാ കേൾക്കു വേണുനാദം പ്രത്യക്ഷനായി ആർവർണ്ണൻ. മരിച്ചു കിടക്കുന്നത് മായാ പാണ്ഡവർ ധർമ്മത്തിലെന്നും ഞാൻ തുണയുണ്ട്. ഭാരതമലയൻ ചെയ്തില്ലൊരു തെറ്റും മരിച്ചതിൻ പുത്രനും ജീവിക്കും. തോം 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 തക്കിടതും തോം തത്തോം തകതും തക്കിടതകതും തക്കിടതും തക തരികിടതും തക ഉദയകുത അടിത്താടികളും. മുന്നേ ഞാൻ ചൊല്ലില്ലവാ ഈ കഥ കേട്ടാലേ മുന്തിയവെന്ന്. നീലടി സുമ്മാ പോടാതടി പസിയെടുക്കാൻ തുപ്പൊന്ന് തന്നെ പോടി അടി ഓടി. இந்த நாட்டிலும்